നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ട ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് വിശദമായി തന്നെ ആ വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് 8ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കും, ലഡാക്കിലെ കലാപവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 നടത്തിയ സ്പെഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് BJP വക്താവായ പ്രിൻഡു മഹാദേവ് നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഭീഷണി പ്രസംഗം അത് വലിയ വിവാദമായിരിക്കുകയാണ്. കോൺഗ്രസ് അതിശക്തമായ വിമർശനവുമായി അതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. കലാപ നടന്ന സാഹചര്യത്തിൽ നടത്തിയ ചർച്ചയിൽ അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് മേൽ കെട്ടിവെക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങൾ പ്രിൻഡു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ചർച്ച നീങ്ങുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ ആ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് പ്രിൻഡു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രീതിയിലുള്ള ഒരു കൊലവിളി നടത്തിയിരുന്നത്. അതിൽ മാപ്പ് പറയാനുണ്ടോ, ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ ചർച്ചയിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധി ശക്തമായി അതിനെതിരെ രംഗത്ത് വരികയും അത് വിവാദമാകുമെന്ന് നമുക്ക് അപ്പോൾ തന്നെ ബോധ്യമാകുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴും ആ ചർച്ച അവസാനിക്കുന്ന സമയം വരെയും അത് പിൻവലിക്കാൻ പ്രിൻഡു മഹാദേവ് തയ്യാറായിട്ടില്ല. ആ സംഭവത്തിലാണ് കോൺഗ്രസ് പരാതി നൽകുകയും ഇപ്പോൾ പ്രിൻഡു മഹാദേവിനെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പേരാമംഗലം പോലീസാണ് പ്രിൻഡു മഹാദേവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടിയുണ്ടായിട്ടുള്ളത്. കൊലവിളി പ്രസംഗം, കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രിൻഡു മഹാദേവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസെടുക്കലിലേക്ക് നയിച്ച ആ ചാനൽ ചർച്ചയുടെ ഭാഗം നമുക്കൊന്ന് കാണാം. അതിനുശേഷം കോൺഗ്രസിന്റേതുൾപ്പെടെ നേതാക്കൾ ഈ വിഷയത്തിലെടുത്ത പ്രതികരണങ്ങൾ കൂടി കാണാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കണ്ട. അങ്ങനെ NC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി അപ്പോൾ സർക്കാരിനെതിരെ വന്നാൽ ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന ഒരു തരത്തിലുള്ള ഭീഷണി പ്രസംഗമാണ് അല്ലെങ്കിൽ ഭീഷണി സന്ദേശമാണ് പ്രിൻഡു മഹാദേവ് ആ ചർച്ചയിൽ നൽകുന്നത്. അപ്പോൾ അതാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നത്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ പിന്മുറക്കാരാണ് ഇവർ. അവർ ആ ആശയം താഴെ വെച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അവരെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ വകവരുത്താനുള്ള അവരുടെ ആഗ്രഹം അത് ഉള്ളിൽ കിടക്കുന്നു. അതാണ് ഈ രീതിയിൽ പുറത്തു വരുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ, ഭരണഘടനയ്ക്കെതിരെ ഒക്കെ എടുത്തിട്ടുള്ള അതിനെയൊക്കെ മറികടന്ന് നടത്തിയിട്ടുള്ള ഈ ഭീഷണി പ്രസംഗം, അതിനെതിരെ നടപടി എടുക്കുന്നുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് ഉച്ചയോടെയാണ് ഈ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, സ്വമേധയാ കേസെടുക്കുന്നില്ല എന്ന ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം ആദ്യം ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നുമാണ്. രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് നുള്ളിയിടാൻ അനുവദിക്കില്ല എന്നതാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. കേസെടുക്കാൻ വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. BJPയും CPMും തമ്മിലുള്ള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതായത് ഗോഡ്സെയുടെ പിന്തുടർച്ചക്കാരാണ് അവര്, മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുകയാണ്. ആരോടും മുന്നിൽ കീഴടങ്ങാത്ത
വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണുവാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല. ഇവരുടെയൊക്കെ ആഗ്രഹമാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണമെന്ന്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. തൻ്റെ പിതൃമാതാവിൻ്റെയും പിതാവിൻ്റെയും ഇവർ കൊന്ന ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റില്ല. ഈ ഗവൺമെൻറ് അടിയന്തരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയെന്ത് തറയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ BJPക്കും RSSനും എതിരെയുള്ള പ്രചരണത്തിൽ ഈ BJP വക്താവ് ചാനൽ ചർച്ചയിലൂടെ നടത്തിയ ഭീഷണി കൂടി കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം കോൺഗ്രസ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. KC വേണുഗോപാൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി അമിത്ഷായ്ക്ക് കത്തയച്ചു. രാഷ്ട്രീയമായും നിയമപരമായും പ്രിന്റു മഹാദേവിനെതിരെ നടപടിയെടുക്കണം എന്നതായിരുന്നു KC വേണുഗോപാൽ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് ഈ കത്തിൽ KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം വിദ്വേഷ പ്രചാരകർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ അമിത്ഷായ്ക്ക് കത്തെഴുതിയത്. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിർവഹണ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് BJP നേതാവ് നടത്തിയ കൊലവിളിയിൽ അടിയന്തരമായി കേസെടുക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്യേണ്ടത്. പക്ഷേ അവർ നിസ്സംഗത പാലിക്കുകയായിരുന്നു. ആ നിസ്സംഗത എന്ന് പറയുന്നത് ഈ കൊലവിളി തുടർന്നും നടത്താനുള്ള അനുവാദവും അംഗീകാരവും കൂടിയാണ് എന്ന ഒരു വിമർശനം കൂടി KC വേണുഗോപാൽ ഇതിൽ ചൂണ്ടിക്കാട്ടി. സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് പരാതി ലഭിച്ചിട്ടും കണ്ണടച്ചു എന്ന ഒരു വിമർശനം കൂടിയാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ഈ വിമർശനങ്ങളുടെ ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവാകാനിരിക്കുന്നതേയുള്ളൂ. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് വധഭീഷണിയെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉന്നയിച്ചു. ദേശീയ തലത്തിൽ തന്നെ RSS സംഘപരിവാർ സംഘടനകൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന നീക്കം, അദ്ദേഹത്തിന് നേരെയുള്ള ഭീഷണികൾ, അതിന്റെ തുടർച്ചയാണ് ഇത് എന്നതാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ കോൺഗ്രസ് ഇതിനെ ഒരു ദേശീയ തലത്തിൽ ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്തായാലും പവൻ ഖേരയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടക്കുന്നു എന്ന ഒരു ആരോപണം കൂടി പവൻ ഖേര ഉന്നയിച്ചു. लेकिन जब प्रतिद्वंदी के पास विचारों के हथियार नहीं होते परास्त करने को, तो वो हिंसा का सहारा लेते हैं, जैसे कि गोडसे ने लिया. जो राइट विंग एक्सट्रीमिज्म है, चरमपंथी मानसिकता है, उसने गांधी जी को गोली मार दी. आज फिर से वही राइट विंग एक्सट्रीमिज्म राहुल गांधी को धमकी दे रहा है. भारतीय जनता पार्टी के प्रवक्ता ने टीवी पर आकर कहा कि राहुल गांधी की छाती पर गोली मार दी. कोई एक्शन नहीं हुआ है अभी तक. इससे पहले CRPF ने एक चिट्ठी लिखी, एक नहीं अनेक चिट्ठियां लिखी. चिट्ठी को लीक किया, खड़गे जी को चिट्ठी लिखी राहुल गांधी जी की सुरक्षा को लेकर, लीक किया. राहुल गांधी की सुरक्षा को लेकर ये राजनीति क्यों बनाई जा रही है, माहौल क्या बनाया जा रहा है, इसमें षड्यंत्र की बू आती है. और कौन रच रहा है ये षड्यंत्र? ये वही लोग हैं जो वैचारिक लड़ाई में हार रहे हैं, जिनके पास विचार को विचार से परास्त करने के हथियार नहीं हैं. പവൻ ഖേര പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഗോഡ്സെയുടെ പിന്മുറക്കാരാണ് ഈ രീതിയിൽ അലമുറയിടുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോഴാണ് ഈ വഴി സ്വീകരിക്കുന്നത് എന്നതുകൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ദേശീയ തലത്തിൽ വരെ BJP വക്താവായ പ്രിന്റു മഹാദേവ് നമ്മുടെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് നടത്തിയ ഈ ഭീഷണി വലിയ രീതിയിൽ കോൺഗ്രസ് ചർച്ചയാക്കുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം, ഈ ഒരു വിവാദമായ കൊലവിളി നടന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ സ്വമേധയാ കേസെടുക്കുമോ എന്ന കാര്യം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. അതില്ലാത്ത സാഹചര്യത്തിലാണ് 3 പേർ ഇതിനെതിരെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. അത് KSU നേതാവായ ഗോകുലാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ഗോകുലിന്റെ പരാതിയിലാണ് ഇപ്പോൾ
പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസ് വക്താവ് കൂടിയായ വസന്ത് തെങ്ങുംപള്ളിയാണ്. വസന്ത് തെങ്ങുംപള്ളി DGPക്കാണ് പരാതി നൽകിയത്. ഒപ്പം മറ്റൊരു പരാതി കൂടി നൽകുന്ന സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പ്രിന്റു മഹാദേവിന് ഭീഷണിയുമായി മലപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. മലപ്പുറത്ത് വന്നാൽ കാല് തല്ലി ഓടിക്കും തുടങ്ങിയ ഭീഷണികളാണ് പ്രിന്റു മഹാദേവിനെതിരെ ഉയർന്നത്. അങ്ങനെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം കാണുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉന്നയിക്കുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയുമാണ് ചെയ്തത്. ദേശീയ തലത്തിലും ഇത് ചർച്ചയാക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രിന്റുവിന്റെ തൃശൂർ പേരാമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പോലീസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് പിന്നീട് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നതും കണ്ടു. പക്ഷേ നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ ഞാൻ ആവർത്തിച്ച് പ്രിന്റു മഹാദേവിനോട് ഈ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ, താങ്കൾ നടത്തിയ ഈ വിവാദമായ പരാമർശം പിൻവലിക്കുന്നുണ്ടോ എന്നത് ചോദിച്ചു. പ്രിന്റു മഹാദേവ് തയ്യാറായില്ല. അതിനുശേഷം 3 ദിവസത്തോളം കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ യാതൊരു പ്രതികരണവും BJP വക്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം. BJP നേതൃത്വവും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. ഏറ്റവും ആദ്യം ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു BJP നേതാവിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് V മുരളീധരന്റെ ഭാഗത്തു നിന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP എന്നും BJP പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമോ എന്നും ഉള്ള ചോദ്യമാണ് V മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്തുമെന്ന് പറയുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല, ആ ആരോപണങ്ങൾക്ക് തന്നെ അടിസ്ഥാനമില്ല എന്നതായിരുന്നു V മുരളീധരൻ പറഞ്ഞത്. പോലീസ് അന്വേഷണം വരട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുകൂടി V മുരളീധരൻ ഇന്ന് പ്രതികരിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും. അങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ച. അർത്ഥശൂന്യമായ ചർച്ച എന്നതാണ് BJP ഇക്കാര്യത്തിൽ പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ നടത്തിയ പ്രസ്താവന തള്ളിക്കളയാൻ BJP നേതാവ് തയ്യാറായിട്ടില്ല എന്നത് ഓർക്കണം. പ്രിന്റുവിനെ അത് ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടാനോ ആ നടപടി ശരിയായില്ല എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് കൂടി ഓർക്കണം. എന്തായാലും കോൺഗ്രസ് ഈ വിഷയം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചു. AP അനിൽകുമാറാണ് ഈ വിഷയം ഇന്ന് സഭയുടെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവന്നത്. BJP നേതാവിനെതിരെ നടപടിയെടുക്കാനോ FIR ഇടാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന കാര്യം AP അനിൽകുമാർ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തു. അതിനുശേഷമാണ് പേരാമംഗലം പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ തുടങ്ങിയത്. എന്തായാലും ഈ വിഷയം സഭയിൽ കോൺഗ്രസ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന സാഹചര്യം കൂടിയുണ്ട്. AP അനിൽകുമാറിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം പിന്നിടുമ്പോ ഈ സഭയിൽ പറഞ്ഞിട്ടില്ല സർ. അത് പറയാൻ നട്ടെല്ലും തന്റെ ഇടവുമുള്ള ഒരു നേതാവേ രാജ്യത്തുള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളെ സംഘടിപ്പിച്ചും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സർ. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ ചാനൽ ഇരുന്നുകൊണ്ട് BJPയുടെ ഒരു നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയുവാൻ, ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ തന്റെ ഇടം കാണിക്കാതെ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണകൂടമാണ് സർ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നോക്കൂ, ലഡാക്കിലുണ്ടായത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 4 മനുഷ്യരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. ആ വിഷയം നമ്മൾ ചർച്ചയാക്കുമ്പോൾ അവിടെ മനുഷ്യർ അനുഭവിക്കുന്ന അവരുടെ അടിസ്ഥാനമായ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന പദവി എന്ന അവരുടെ വലിയ ആവശ്യമുണ്ട്. പ്രത്യേക പദവി എന്ന അതുകൂടി ആ ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഒരു കലാപ സാഹചര്യത്തിലേക്ക് നയിച്ചത് നിരവധിയായ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടുന്ന വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങളിലേക്ക് മാത്രം BJP പ്രതിനിധി ചുരുങ്ങുന്നതാണ് കണ്ടത്. ആവർത്തിച്ച് ആ കാര്യങ്ങളിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മേൽ അതിന്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കാനുള്ള ശ്രമവും അതിവിടെ വിലപ്പോവില്ല എന്നതും ഒടുവിൽ ഈ വധഭീഷണിയിലേക്കും കാര്യങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വധിക്കുമെന്നൊരു ചാനൽ ചർച്ചയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെടിയുണ്ട കയറും എന്ന തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അതിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ BJP പ്രതിനിധിക്ക് കഴിയേണ്ടതായിരുന്നു. അതുണ്ടായില്ല. നമ്മളത് ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അതിൽ തിരുത്തുവരുത്താൻ അദ്ദേഹം തയ്യാറായില്ല. കലാപത്തിന് ശ്രമിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളാണ്
അവിടെ നടപടികൾ എടുക്കേണ്ടതും ശിക്ഷ ഉറപ്പാക്കേണ്ട സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു നാട്ടിലാണ് വധിക്കുമെന്ന ഒരു ഭീഷണി ഒരു ഔദ്യോഗിക വക്താവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്നത് ഓർക്കണം. എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന തരത്തിലുള്ള ഒരു സന്ദേശമായി കൂടി വേണം ആ വാക്കുകളെ നമ്മൾ കാണാൻ. അപ്പോൾ അത്ര ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു പിന്നോട്ട് പോക്കിനോ തിരുത്തലിനോ മാപ്പ് പറച്ചിലിനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, മുതിർന്ന നേതാക്കൾ ആരും തന്നെ അതിൻ്റെ ആ വിഷയങ്ങളിൽ ഇടപെടുകയോ പ്രതികരിക്കുകയോ ഇത് തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല കൃത്യമായി എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ എങ്ങനെയാണ്, ആരാണ് ഇതിനൊക്കെ പ്രചോദനം, ഇങ്ങനെയാണോ കാര്യങ്ങളെ കാണേണ്ടത്? ഔദ്യോഗിക വക്താക്കൾ ചാനൽ ചർച്ചകളിൽ പറയുന്ന നിലപാട് ഇതാണ് എങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവരുടെ മനസ്ഥിതി എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ BJP നേതൃത്വം ഇതിൽ കൃത്യമായ നിലപാട് പറയേണ്ടതുണ്ട്. അവരുടെ നിലപാട് എന്താണെന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. നടപടികൾ ആവശ്യമാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിയമ നടപടികൾ വരട്ടെ, നേരിടാം എന്നതാണ് BJP നേതാവായ V. മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്നൊട്ടും പിന്നോട്ടില്ല എന്ന വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട്. ശബരിമലയിലെ പീഠം കാണാനില്ല എന്ന വാർത്ത വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളം കേട്ടത്. നമുക്കറിയാം, സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടന്നു വരുന്ന, അതിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്താണ് പീഠം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. പീഠം അവിടെ സമർപ്പിച്ച വ്യക്തി തന്നെയാണ് ഇത് കാണാനില്ല എന്ന ഒരു വിവരം പുറത്തുവിടുന്നത്. അത് വലിയ രീതിയിലുള്ള വിവാദമാകുന്നു, ചർച്ചയാകുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത് കണ്ടെത്തുന്നു ശബരിമല വിജിലൻസ് അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഗൂഢാലോചനകൾ സംശയിക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എന്താണ് ഇവരുടെ ലക്ഷ്യം തുടങ്ങിയ ചോദ്യങ്ങൾ, നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീഠവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അന്വേഷണവും ഇപ്പോൾ ശബരിമലയിലെ മുഴുവൻ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പിലേക്കും അവിടുത്തെ അന്വേഷണത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നത് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഈ സ്വർണം സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡും പറയുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാനും ഇന്ന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഈ പീഠം പിടിച്ചെടുത്തത്. വളരെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളാണ് ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 4 വർഷമായി ഇത് സൂക്ഷിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ ഈ പീഠം കാണാനില്ല എന്ന കാര്യം പറയുകയും അതിൽ അന്വേഷണം തുടങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അത് തിരിച്ചേൽപ്പിക്കുന്നു. അതിനുശേഷം അത് പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഈ ആളുകൾ തന്നെ, അന്വേഷിക്കുന്നവർ തന്നെ ഇത് കണ്ടെത്തട്ടെ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തി എന്നൊക്കെ തുടങ്ങി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വിശദീകരണമായി നൽകുന്നത്. എന്തായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്? ഇദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ പരാമർശങ്ങളാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ടോ, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവരങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തുകയും ഈ സ്പോൺസർ തന്നെ ആരോപണ വിധേയനാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ ഇന്ന് കോടതിയിലെത്തുമ്പോൾ കോടതി പറയുന്നു, ബോർഡിന്റെ രജിസ്റ്ററുകളിൽ കൃത്യതയില്ല. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ പരിശോധിച്ച് കണക്കെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്ന് കോടതി പറയുന്നു. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിന് പുറമെ ദേവസ്വം വിജിലൻസും അന്വേഷണം തുടരണമെന്ന് കോടതി പറയുന്നുണ്ട്. പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പ്രതികരണത്തിലേക്ക് വരും മുൻപ് നോക്കൂ, ഈ പീഠവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ അത് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്നത്
സർക്കാരിനും ദേവസ്വത്തിനെയും സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം അതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്നതൊക്കെ ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള കാര്യങ്ങളാണ് നടന്നത് തുടങ്ങിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് ആശ്വാസമായിരിക്കുമ്പോഴും ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത് ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സൂക്ഷിപ്പ് ശരിയായ വിധത്തിലല്ല എന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതിന്റെ നടത്തിപ്പ് ശരിയായ രീതിയിലല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളതെന്ന് നോക്കാം. സഹോദരിയുടെയും ഭർത്താവിന്റെയും പ്രതികരണം ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അതൊന്ന് കേട്ടിട്ട് വരാം. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവനങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള് പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വെക്കും, വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവര് തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ളതാണെന്നുള്ളത് എത്രത്തോളം. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ഐറ്റം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു, ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിൻ്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. വലിയ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ട് എന്നതാണ് ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഒളിച്ചു വെച്ച ശേഷം ആ വ്യക്തി തന്നെ ഇത് കാണാനില്ല എന്ന് പരാതി പറഞ്ഞ സാഹചര്യം എന്താണ് എന്ന് മന്ത്രി തന്നെ ചോദിക്കുന്നു. എന്തായാലും ഇതിൽ എല്ലാ വിവരങ്ങളും പുറത്തു വരണം, മറ്റ് രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നത് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും സമാനമായ നിലയിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദേവസ്വം ബോർഡിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്, അതിനുണ്ടായിട്ടുള്ള അഭിമാനക്ഷതം ആര് മാറ്റിത്തരും എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കൂടെ ലക്ഷ്യം? അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്, അതിനുള്ള രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇരുവരും പറയുന്നു. ഇരുവരെയും സംബന്ധിച്ച് എന്തായാലും ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ചായാലും ആ സാധനം കിട്ടുന്നു, അത് ആരോപണം ഉന്നയിച്ച വ്യക്തികളിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാണ്. അവരുടെ പ്രതികരണത്തിലും അവരുടെ വാക്കുകളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടോയെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് SP നേതൃത്വത്തിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഡനം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ്. കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. ദേവസ്വം വിജിലൻസ് SP
ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കുന്നതുവരെ എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. കോടതി അലക്ഷ്യമാകാൻ പാടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയൂ, ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് എന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? അപ്പോൾ 4.5 വർഷമായി കയ്യിലുണ്ടായിരുന്ന പീഠമാണ് കാണാനില്ല എന്ന് പറയുന്നത്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും സ്വയം അപഹാസ്യനാവുകയും ചെയ്തു എന്നതാണ് വ്യക്തമാകേണ്ടത്. അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ മറ്റേയാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടോ? ആരുടെയെങ്കിലും പ്രേരണയാലാണോ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്? ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ സംശയങ്ങളാണ് ഉയരുന്നത്. ആ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിനും BJPക്കും മുന്നിലേക്കാണ്. ഈ ആരോപണങ്ങൾ ഏറ്റെടുത്തതും പ്രസ്താവനകൾ ഇറക്കിയതും കോൺഗ്രസും BJPയുമാണ്. അപ്പോൾ അവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ രജിസ്റ്ററിൽ കൃത്യതയില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്ട്രോങ് റൂമിൻ്റെ രജിസ്റ്റർ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, മറ്റു തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന സംശയം കോടതിക്കുണ്ട് എന്ന് വേണം ബോധ്യപ്പെടാൻ. തിരുവാഭരണം അടക്കമുള്ള കാര്യങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് എന്ന് കോടതി പറയുമ്പോൾ അത് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ മോശം പ്രവണതയോ അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിലേക്ക് നയിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മോഷണം ഉൾപ്പെടെ അവിടെ ഏതെങ്കിലും തരത്തിൽ ആശ്വാസകരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തുന്നതിനും തിരുത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും ഇപ്പോഴത്തെ കോടതി ഇടപെടലുകൾ സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിന് പിന്നിലുള്ള ഇടപെടലുകൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇന്ന് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ പോലും അതിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഗസയിൽ ഇസ്രയേൽ അതിക്രമത്തിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 66,005 ഉയർന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ്. ഡൊണാൾഡ് ട്രംപ് ഈ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ ട്രൂത്തിൽ കുറിച്ചിരിക്കുന്നത് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഗസയുടെ കാര്യത്തിൽ പ്രത്യേകമായി എന്തോ വരാനുണ്ട് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു മഹത്തായ നേട്ടത്തിന് ഞങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നു എന്ന കാര്യം ട്രംപ് സൂചിപ്പിക്കുന്നു. സവിശേഷമായ ഒരു കാര്യത്തിനായി എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു എന്ന് ട്രംപ് സൂചിപ്പിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് എന്നതുകൂടി ട്രംപ് സൂചിപ്പിക്കുകയാണ്. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ട്രംപ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ചുള്ള ആശയവിനിമയങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ കൂടി ഇടപെടലിലാണ് ഇത്തരമൊരു പദ്ധതി ഉരുത്തിരിഞ്ഞത് എന്നതാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് നൽകുന്ന സൂചനകൾ വളരെ പോസിറ്റീവാണ്. ഒരു മഹത്തായ കാര്യം നടക്കാൻ പോകുന്നു എന്നത് ഏറ്റവും അടിയന്തരമായി നടക്കുന്ന ഒരു വെടിനിർത്തലിനെങ്കിലും ഒരു സൂചനയായി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ഒരു പ്രതീക്ഷയാണ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് നൽകുന്നത്. എന്നാൽ അത്രമാത്രം ശുഭകരമല്ല ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. യുദ്ധാനന്തര പദ്ധതി
എന്നിവ സംബന്ധിച്ച് യു എസിന്റെ ഇപ്പോഴത്തെ നിലപാടുകളിൽ പൂർണ്ണ തൃപ്തി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇല്ല എന്നതാണ് ഇസ്രയേലിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തിന് ചില വിയോജിപ്പുകൾ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതിയിൽ ഉണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ശുഭാപ്തി വിശ്വാസിയായി ട്രംപ് ഇവിടെ അവതരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ട്രംപ് പങ്കുവച്ച അത്ര ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനില്ല. ഒരു കൂട്ടായ പ്രയത്നം ഉണ്ട് എന്ന കാര്യം അംഗീകരിക്കുക മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഒന്നും അന്തിമമായിട്ടില്ല എന്ന് നെതന്യാഹു പറയുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള നെതന്യാഹുവിന്റെ പ്രതികരണമാണ്. ട്രംപിന്റെ അത്ര ആത്മവിശ്വാസമില്ല എങ്കിൽ പോലും ഒരു സാധ്യത നെതന്യാഹുവും തള്ളുന്നില്ല എന്നത് നമ്മൾ കാണണം. നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കാം. I want to start by asking you if you've seen this 21-point peace plan and if you plan to declare support for it at the White House tomorrow. Well, we're working on it, Jackie. It's not been finalized yet, but we're working with President Trump's team, actually as we speak, and I hope we can, because we want to free our hostages, we want to get rid of Hamas rule and have them disarmed, Gaza demilitarized, and a new future set up for Gazans and Israelis alike, and for the whole region. അപ്പോൾ യോജിച്ചുള്ള ഒരു പ്രവർത്തനമുണ്ട് എന്നത് മാത്രമാണ് നെതന്യാഹു സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു വെടിനിർത്തൽ അനിവാര്യമായ ഘട്ടത്തിലേക്ക് ഗസ എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ട്രംപിന്റെ പദ്ധതികളെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വിവരമനുസരിച്ച് ഒരു 21 പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ അടിയന്തര വെടിനിർത്തൽ എന്നതുണ്ട്. ഒപ്പം തന്നെ ബന്ധികളുടെ മോചനം സാധ്യമാക്കി അതിലൂടെ ഉള്ള വെടിനിർത്തൽ എന്ന നിലയിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ. ഇസ്രയേൽ സേന ഘട്ടം ഘട്ടമായി ഗസയിൽ നിന്ന് പിൻവലിയണം എന്നത് സംബന്ധിച്ചുള്ള രേഖകൾ അതിലുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം, ഈ ഗസ വിട്ടുപോയ പലസ്തീനികളെ തിരികെ അവിടെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ആദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക പൊതുയോഗവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗത്തിനിടെ അവിടെ അറബ് രാഷ്ട്ര നേതാക്കളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങൾ ഈ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിനാവശ്യമായ ഒരു പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ ഇതിലെ ഇടപെടൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ 21 പദ്ധതി എന്ന് പറയുമ്പോൾ അതിൽ പലതിനോടും ഇസ്രായേലിന് വിയോജിപ്പുണ്ട്. അത് സ്വാഭാവികമായും പലസ്തീനികളെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഒരു സമിതി രൂപീകരിച്ച് അവർക്ക് താൽക്കാലിക ഭരണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള തീരുമാനങ്ങളിൽ ഇസ്രായേലിന് പല കാര്യങ്ങളിലും അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ട്രംപിൻ്റെ വാക്കിലാണ് ഇപ്പോൾ ഗസയിൽ പലസ്തീൻ്റെ ഈ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം എതിരായിട്ടും ഈ നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയിലാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ വെടിനിർത്തൽ ഉണ്ടാകും എന്നത് എല്ലാവർക്കും വ്യക്തമാണ്. ആ ട്രംപ് പോസിറ്റീവായി ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന തരത്തിൽ പറയുന്നത് എന്തായാലും 2 വർഷത്തോളമായി നീളുന്ന കൂട്ടക്കുരുതി നടക്കുന്ന, ഇപ്പോഴും ആശുപത്രികളിൽ പോലും ഇസ്രായേൽ ആക്രമണം നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുന്ന ഒരിടത്ത് സമാധാനമുണ്ടാകുമെന്ന പ്രതീക്ഷയുള്ള വാക്കുകൾ പോലും വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. ഇന്നാണ് ആ നിർണായകമായ ചർച്ച ഇരു രാഷ്ട്ര തലവന്മാരുമായി നടക്കുന്നത്. ട്രംപിൻ്റെ വാക്കിൽ നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ജീവിക്കുന്നു നമ്മളിലൂടെ എന്നത് ന്യൂസ് 18 ഇന്ന് നടത്തിയ ഒരു ക്യാമ്പയിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഇന്ന് ലോക ഹൃദയാരോഗ്യ ദിനമാണ്. അപ്പോൾ ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്ത് ഒരുപാട് പേർ ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വന്ന് മരണമടയുന്ന മനുഷ്യരാണ്. അപ്പോൾ ഹൃദയത്തെ നോക്കാനും പരിപാലിക്കാനും അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുമായി നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മളുടെ ശരീരത്തെ, നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ ജീവിത രീതികളെ, ജീവിതക്രമത്തെ ഒക്കെ പരുവപ്പെടുത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഉള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്
ഇത്തരമൊരു ദിനം തന്നെ ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ആ സന്ദേശം ഓരോ മനുഷ്യരിലും എത്തിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിന സന്ദേശം എന്ന് പറയുന്നത്. 50 വയസ്സിന് താഴെയുള്ള 25% ആളുകളും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നു എന്ന വിവരമാണ്, കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും അകാല മരണത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഹൃദ്രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹൃദയത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിലേക്ക് അവബോധം വളർത്തേണ്ടുന്നത് അത്യാവശ്യവുമാണ്. ഈ വർഷവും സെപ്റ്റംബർ 29 ഹൃദയത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ലോക ഹൃദയ ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് ഈ ദിവസം ന്യൂസ് 18 അതൊരു ക്യാമ്പയിനാക്കി മാറ്റിയിരിക്കുകയാണ്. അത് അവയവദാനത്തെക്കുറിച്ചുള്ള പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയാണ് ഇന്ന് അങ്ങനെയൊരു ദിവസം ന്യൂസ് 18 തെരഞ്ഞെടുത്തത്. ഈ ഹൃദയ ദിനത്തിൽ അവയവ ദാനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്കാണ് ന്യൂസ് 18 ശ്രദ്ധ ക്ഷണിച്ചതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ക്യാമ്പയിൻ വാർത്തകളിലൂടെ പ്രേക്ഷകർ അത് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമ്മൾ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ എത്ര പോസിറ്റീവായാണ് അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വന്തം ജീവിതം കൊണ്ടൊരു സന്ദേശം നൽകുന്ന വ്യക്തിയാണ് സണ്ണി. സണ്ണി തൻ്റെ ജീവിതാനുഭവങ്ങൾ ന്യൂസ് 18നോട് ഇന്ന് പങ്കുവച്ചു. അതൊന്ന് കാണാം. ഹൃദയത്തിൻ്റോമാഞ്ചം സ്വരരാഗംഗയായി പടരുന്ന മണിവീണ മൂഹമായി. ഹൃദയത്തിൻ്റോമാഞ്ചം സ്വരരാഗംഗയായി. സണ്ണിയുടെ പാട്ട് ഇടയ്ക്ക് മുറിയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊന്നുമല്ല പാടേണ്ടതെന്നും സണ്ണിക്കും അറിയാം. പക്ഷേ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നൊരു കാലത്തു നിന്നുമാണ് ഈ മനുഷ്യൻ പുതിയ ജീവിതത്തിലേക്ക് നടന്നെടുത്തത്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന തോന്നലിൽ സണ്ണി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. മാറ്റി വയ്ക്കുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയില്ലേ, അത് ഓർക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ വരെയും ഒരു ഞെട്ടലോടുകൂടിയാണ് അവർ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ കിടക്കുകയാണ്, കണ്ണട തുറക്കില്ല, എപ്പോൾ വേണമെങ്കിലും മരണം വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഇവള് തൊട്ടപ്പുറത്ത് കിടക്കണ്ട വൈഫൈ, അവൾ വന്ന് കിടക്കും, പയ്യെ ഉറങ്ങുമ്പോൾ കൂർക്കമ്പലി നമുക്ക് കേൾക്കാം. ഞാനിങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവൾ ഞെട്ടിടിക്കും. എന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കൂ, ശ്വാസം ഉണ്ടോന്ന്. എന്നിട്ടാണ് പിന്നെ അവൾ പിന്നെ കിടക്കണം. അത്ര അന്നേരം നമ്മൾ കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ നമുക്കിതറിയാം. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ദൈവത്തിൻ്റെ സയൻസും ജോസ് സാറിനെ സംബന്ധിച്ച് നമുക്ക് ശരി ഇതൊരു ദൈവം പോലെ തന്നെ പുള്ളി. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു സണ്ണിയുടെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അവയവദാനം എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണെന്ന് തൻ്റെ അനുഭവം തൊട്ട് സണ്ണി സാക്ഷ്യം പറയുന്നു. അവയവങ്ങൾ മരിക്കണതിന് മുമ്പ് മരിക്കുമ്പോഴത്തേക്കും കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. 3 തവണ ഈ ആശുപത്രിയിൽ ഹാർട്ട് വരും എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തി. പക്ഷേ അന്നേരമൊക്കെ അവസാന നിമിഷം ആൾക്കാർ പിൻവാങ്ങാം. എന്നിട്ട് 3 തവണ എന്നെ അങ്ങനെ അണുവിമുക്തമാക്കിയിട്ട് കുളിപ്പിച്ചൊക്കെ കിടത്തി. എന്നിട്ട് ഹാർട്ട് കിട്ടിയില്ല. എന്നിട്ട് 3ാമത്തെ തവണയാണ് കിട്ടണത്. നമ്മുടെ കാലശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എത്ര പേരാ ഈ മരണവും കാത്ത്, ഞാനൊക്കെ 2 വർഷത്തോളം മരണവും കാത്ത് നിന്നാണ്.
ഇത് കിട്ടും എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ഒരാൾ മരിക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് ഹാർട്ട് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുമില്ല. തനിക്ക് പുതുജീവിതം നൽകിയ കൊട്ടാരക്കര സ്വദേശി അനുജിത്തിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാടുകൾ വലുതാണ്. തൻ്റെ പ്രതിസന്ധികൾ മറികടന്നാൽ അവരെ കൂടി ഏറ്റെടുക്കണമെന്നതാണ് സണ്ണിയുടെ ആഗ്രഹം. ആരോഗ്യം മെച്ചപ്പെട്ടതോടെ തൻ്റെ മെഡിക്കൽ ഷോപ്പിൽ വീണ്ടും സജീവമായി. ഇഷ്ടമുള്ള പാട്ടുകളും മൂളി ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ചേർത്തു വയ്ക്കുകയാണ് സണ്ണി എം തോമസ്. ന്യൂസ് 18 കൊച്ചി. ഹൃദയപൂർവ്വത്തിലെ സാൻഡി അല്ലെങ്കിൽ സന്ദീപിനെ പോലെ തന്നെ മാറ്റിവെച്ച ഹൃദയവുമായി സണ്ണി ജീവിക്കുകയാണ്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. മൂക്കിൽ വിരൽ വെച്ച് ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ കുടുംബാംഗത്തിൻ്റെ, അതൊക്കെ ഓരോ മനുഷ്യരും എന്താണ് ഈ അവയവദാനത്തിൻ്റെ പ്രാധാന്യം എന്നത് വിളിച്ചു പറയുന്നത് പോലെയാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ആശങ്കകളും സങ്കീർണതകളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ന്യൂസ് 18ൻ്റെ ക്യാമ്പയിൻ. അത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അവയവദാനം മഹത്തായ ദാനമാണ്. ആ സന്ദേശമാണ് ഇന്നത്തെ ഈ ക്യാമ്പയിനിലൂടെ ഓരോ അനുഭവങ്ങൾ പങ്കുവെച്ച മനുഷ്യരും നൽകിയത്. ഇന്നത്തെ വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.